ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് സഭയോട് ചേർന്ന് 15 ദിവസം നൊയമ്പാചരിക്കുകയാണല്ലോ നാം. പരിശുദ്ധ ദൈവമാതാവിനെ എന്തുകൊണ്ട് നാം ബഹുമാനിക്കണം എന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാം. പുരാതന ഇസ്രയേലിൽ ഗബീറ എന്നറിയപ്പെടുന്ന റാണി മാതാവ് രാജകൊട്ടാരത്തിൽ ഒരു പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്നു. പലപ്പോഴും രാജാവിൻ്റെ ഭാര്യയെക്കാളും രാജകാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇസ്രായേൽ രാജവാഴ്ചയ്ക്ക് ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽ മാത്രമുള്ള ഈ പദവിയിൽ രാജമാതാവ് ജനങ്ങളുടെ വക്താവായും രാജാവിൻ്റെ ഉപദേഷ്ടാവായും രാജകീയ അധികാരം പോലും വഹിച്ചിരുന്നു. The term Gebira itself translates to the great lady or mistress. പുരാതന ഇസ്രായേൽ റാണി മാതാവിൻ്റെ പങ്ക്. ഒന്നാമതായി, ഉയർന്ന പദവി, ഹൈ സ്റ്റാറ്റസ്. She was seated at the right hand of the king, sometimes even wearing a crown that symbolizing her authority. രണ്ടാമതായി, സ്വാധീനവും മധ്യസ്ഥതയും, ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻ്റർസെഷൻ. രാജാവിൻ്റെ തീരുമാനത്തിൽ സ്വാധീനിക്കുവാനും ജനങ്ങൾക്കു വേണ്ടി ഒരു മധ്യസ്ഥയായി പ്രവർത്തിക്കുവാനും സിംഹാസനത്തിലേക്കുള്ള പിന്തുടർച്ചയിൽ പങ്കുവഹിക്കുവാൻ പോലും രാജമാതാവിന് കഴിഞ്ഞിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഇവ പ്രതിപാദിക്കുന്നു. മൂന്നാമതായി, മിസ്സിഹായിക ബന്ധം, മിസ്സിയാനിക് കണക്ഷൻ. ശലോമോന്റെ അമ്മയായ ബേത്ശേബ ശലോമോന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ രാജാവ്, അതായത് തൻ്റെ മകൻ, എഴുന്നേറ്റ് അവളെ എതിരേറ്റ് ചെന്നു വന്ദനം ചെയ്തു. രാജമാതാവിന് ഇരിപ്പാൻ സിംഹാസനം കൊടുത്തു. അവൾ അവൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് വന്ന കാര്യം ബോധിപ്പിച്ചു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ അതേസമയം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായം 28 മുതൽ ബേത്ശേബയെ ദാവീദ് രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചപ്പോഴാണ് ബേത്ശേബ കൊട്ടാരത്തിലേക്ക് വരുന്നത്. അവിടെ ഇരിപ്പാൻ സിംഹാസനം കൊടുത്തതായോ വന്ദനം ചെയ്തതായോ എഴുതിയിട്ടില്ല. കാരണം ഇവിടെ ബേത്ശേബ ദാവീദിൻ്റെ ഭാര്യയാണ്. അതായത് ഇസ്രായേൽ ജൂദ ചരിത്രമനുസരിച്ച് രാജാക്കന്മാരുടെ ഇടയിൽ രാജാവിൻ്റെ ഭാര്യയേക്കാൾ സ്ഥാനം വഹിച്ചത് രാജമാതാവായിരുന്നു. അവരാണ് രാജ്ഞി എന്നറിയപ്പെട്ടിരുന്നത്. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകനായ ശലോമോന്റെ സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരവും നിന്റെ കഴുത്തിന് സരപ്പളിയുമായിരിക്കും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിന് തൻ്റെ അമ്മ റാണിയിൽ നിന്നും ലഭിച്ച ഉപദേശം ശിരസിന് അലങ്കാരവും കഴുത്തിന് സരപ്പളി ആയതായും ഇവിടെ അർത്ഥമാക്കുന്നു. ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽ നിന്നും ജനിച്ച യേശുവിൻ്റെ മേലും അമ്മയായ മറിയയ്ക്ക് ഒരു അവകാശമുണ്ട്. അത് പുത്രന്റെ മേൽ ഒരു അമ്മയ്ക്കുള്ള അവകാശം. യോഹന്നാനുണ്ടായ വെളിപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യത്തിലും 19-16 യേശുവിനെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പരമോന്നത ഭരണാധികാരിയായി വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമാതാവ് ആരാണ്? ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയാണ്. അതെ, സ്വർഗത്തിൻ്റെ നാഥനായ രാജാവിലേക്ക് നമ്മെ എത്തിക്കുന്ന കവാടം, അത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ആ പരിശുദ്ധ മാതാവിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കുമ്പോൾ തൻ്റെ മകനിലൂടെ അത് നമുക്ക് സാധ്യമാക്കി തരുന്നു. കർത്താവിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധമാണ്. നമുക്കറിയാം, കർത്താവ് ജനിച്ച സ്ഥലം ബേത്ലഹേം, അത് വിശുദ്ധ സ്ഥലമാണ്. കർത്താവ് മരിച്ച കുരിശ്, അത് വിശുദ്ധമാണ്. കർത്താവ് സ്ഥാപിച്ച കുർബാന, അതും വിശുദ്ധമാണ്. കർത്താവ് ധരിച്ച വസ്ത്രങ്ങൾ, അത് വിശുദ്ധമാണ്. അപ്പോൾ കർത്താവിനെ വഹിച്ച ഉദരമോ? അത് അതിവിശുദ്ധമാണ്. അതുകൊണ്ട് ആ ദൈവമാതാവിനെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. പരിശുദ്ധ മാതാവ് മരിച്ച് കബറടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ശരീരമെടുക്കപ്പെട്ടതിൻ്റെ പെരുന്നാൾ, അല്ലെങ്കിൽ ദ ഡിപ്പാച്ചർ ഓഫ് ദ മേരി, ശൂനോയ പെരുന്നാളിൽ പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.